ഹലോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ സിംബ. ഓക്കെ, നമുക്ക് ഈ സിംബ വന്നിട്ട് ഏകദേശം അതായത് ഒക്ടോബർ 25 രാത്രിയിലാണ് നമുക്ക് ഇതിനെ കിട്ടിയത് കേട്ടോ. ഞാനും പിള്ളേരും കൂടെ ഒന്ന് പുറത്ത് പോയിട്ട് രാത്രിയായി, ഒരു 8:30 മണിയൊക്കെ ആയപ്പോൾ കാറിൽ വന്നുകൊണ്ടിരുന്നപ്പോൾ കാറിൻ്റെ മുമ്പിൽ രണ്ട് പപ്പീസ് ഇങ്ങനെ അനങ്ങാതെ നിൽക്കുകയാണ്. എത്ര ഹോൺ അടിച്ചിട്ട് അത് മാറുന്നേ ഇല്ല. കാണാൻ നല്ല ക്യൂട്ടായിരുന്നു. പിന്നെ എനിക്ക് എങ്ങനെ തോന്നിയെന്ന് അറിയില്ല. ഞാൻ മോനോട് പറഞ്ഞിട്ടാ അതിൽ ഇങ്ങ് എടുത്തിട്ട് വാ, നമുക്ക് നോക്കാൻ പറ്റുമോ, വളർത്താൻ പറ്റുമോ എന്ന് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവ എടുത്തുകൊണ്ട് വന്നതാണ് ഈ സിംബയെ. ഞാനതിന് കാറിൽ വെച്ച് പേരും ഇട്ടു സിംബ എന്ന്. കാരണം ആൺകുട്ടി എന്നാണ് വിചാരിച്ചത്. അത് ആക്ച്വലി ആണാണോ പെണ്ണാണോ ഒന്നും അറിയില്ല. കണ്ടിട്ട് ആണാണെന്ന് വിചാരിച്ചിട്ട് അങ്ങ് പേരും അങ്ങ് ഇട്ടു. നമ്മളിതിന് പേരിട്ടു കേട്ടോ. ഞാനൊരു പേരിട്ടു, സിംബ. സിംബ സുഹൃത്ര അല്ല, സുഹൃത്ത്. ഇങ്ങോട്ട് കൊണ്ടുപോവാ തന്നെ. എന്നിട്ട് കൈ ശരിക്ക് കഴുകണം. വാ ഇങ്ങോട്ട് വാ. പൊണ്ണാ ആണല്ലേ? ചേട്ടൻ പറഞ്ഞു ഞാൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാൻ വിടില്ലായിരുന്നു. കാരണം എങ്ങനെ വളർത്തണം എന്നൊന്നും അറിയില്ല. എങ്കിലും അന്ന് രാത്രി തന്നെ ചേട്ടൻ അറിയാന്നുള്ള ആളോട് പറഞ്ഞ് ഒരു കൂടിന് ഓർഡറൊക്കെ ചെയ്തു. ഞങ്ങൾക്ക് പിറ്റേന്നായിരുന്നു ഗുരുവായൂർ യാത്ര. സോ അന്ന് രാത്രി തന്നെ ചേട്ടൻ പെഡിഗ്രി വാങ്ങി തന്ന് കൂടിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു. இன்னும் 2-3 லேயர் போட்டால் நல்லாயிருக்கும். വേസ്റ്റ് തുണി മതി. പക്ഷെ ആ ഒരു മാറ്റ് ഉണ്ട് നമുക്ക്, നല്ല ഫറൊക്കെ ഉള്ളൊരു മാറ്റില്ലേ, അത് ഇടാമോന്ന് പറഞ്ഞോട്ടെ. പക്ഷെ അതിൽ മൂത്രം ഒഴിക്കുകയാണെങ്കിൽ ക്ലീൻ ചെയ്താൽ പെട്ടെന്ന് ഉണങ്ങൂല. സോ തൽക്കാലത്തേക്ക് ഇതിരിക്കട്ടെ. ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് കൊച്ചു കുട്ടിയാണ്. നീ ഇപ്പോൾ എടുത്തിട്ട് വാ, ഞാൻ ഇതിലിടാം. വിഷ്ണു നീ തൊടല്. വിഷ്ണു അച്ഛൻ എടുത്തു പറഞ്ഞു തൊടരുതെന്ന്. അതെവിടെ പോയി തേടണടാ? നില്ല ഡിസ്റ്റർബ് ചെയ്യണ്ട. അത് ഇല്ല, 2 ബാത്റൂമിനാണെങ്കിൽ ഒന്നിനാ. ഗുഡ് ബോയ്, ഗുഡ് സിംബ. പ്രൈവറ്റ് സ്പേസ് തന്നെ എല്ലാം. അവനിവിടെ എല്ലാം പ്രൈവറ്റ് സ്പേസ് തന്നെയാണ്. വാങ്ങി വാ, ഓടിയാ. കഴിക്കുമെന്ന് അറിയില്ല. നല്ല വയറ് വിശപ്പുണ്ട് കേട്ടാ. പക്ഷെ ഇത് നാടൻ പട്ടിയല്ല. കാരണം എൻ്റെ മുഖം കണ്ടാ അറിയാം അല്ലേ? ഇത് പോതുമാ? കേട്ടില്ല. അതിന് ഇപ്പോഴത്തേക്ക് ഇത് മതി. ഒന്നും കഴിക്കാൻ കുറവ്. നല്ല വയറ് വിശപ്പുണ്ട് അതിന്. നോക്കട്ടെ, ഫുള്ളാ കഴിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വീണ്ടും കൊടുക്കാം. നീ കഴിച്ചോടാ. പേടിച്ചൊന്നും കഴിക്കണ്ട. നമ്മളൊന്നും ചെയ്യൂല. നീ കഴിച്ചോടാ. സിംബ അവൻ്റെ കാതിലൊരിക്കൽ പറയാം. നമുക്കൊരിക്കൽ പിടിച്ചിരുത്തി മടിയിലിരുത്തി കാതിൽ പറഞ്ഞു കൊടുക്കാം. സിംബ സിംബ സിംബ. എനിക്കിങ്ങനെ പറഞ്ഞു അതേപോലെ നിനക്ക് പറയല. എനിക്കാണ് നീയും അതും ഒന്നാ? ഫ്രണ്ട്ലി. നല്ല വയറ് വിശപ്പുണ്ടടാ. അപ്പൊ ഇതിന് വെള്ളം കൊടുക്കണ്ടേ? അച്ഛൻ്റെ ചോദിച്ചു നോക്ക്. ശ്രീജിത്ത് മാമൻ പറഞ്ഞു വെള്ളം കൊടുക്കണമെന്ന്. ശ്രീജിത്ത് മാമൻ പറഞ്ഞു വെള്ളം കൊടുക്കണം എന്ന് വെച്ചാൽ ഇത് ഈ പിഗിഡിയാ എന്തോന്ന്? പിഗിഡി. എന്റെ പേരെന്താ പറഞ്ഞു? പെഡിഗ്രി. എനിക്കും അറിയില്ല. ഞാൻ ഇതൊന്നും കൊടുത്ത് ശീലിച്ചിട്ടില്ല. പെഡിഗ്രി. എന്നിട്ട് ഒരു ബിസ്ക്കറ്റ് ഉണ്ട്, അത് ഇപ്പൊ കൊടുക്കണില്ല. ടൈഗർ ബിസ്ക്കറ്റ് അത് വാങ്ങിച്ചില്ല. ഇത് പെഡിഗ്രിയാണ്. ഞാനൊന്നും ചെയ്യുന്നില്ല. മതിയാ? അല്ല, അതിന് വയറ് ഫുള്ളായി അത് പൊയ്ക്കോളൂടാ. അങ്ങ് നോക്ക്. സിംബ മതിയാ നിനക്ക്? ഡേ എന്ത് 2 ബാത്റൂം പോണതാ? ഇനി എന്ത് ചെയ്യാൻ പറ്റും? അതിന് പോണെങ്കിൽ പോയാലേ തീരൂ. കുറച്ച് ഇറക്കി വിടുക. കഴിച്ചൊരെണ്ണൊക്കെ അങ്ങനെ പോകൂടാ.
ഇല്ല 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 വെള്ളിറക്കി വിട്ടാ എങ്ങനെയാണെന്ന് അറിയില്ല. അത് കഴിച്ചു കേട്ടാ, നോക്കണം. ഇതാ ഇത്ര കഴിച്ചു. അതാ അങ്ങ് പോയി, അവിടെ പോയി അത് ഒന്നിന് പോയി. സിംബ വാ, അവിടെ പോയി ഒളിച്ചിരിക്കണം. നല്ല കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു സ്പേസ്. പക്ഷെ ഇതാണ് ആക്ച്വൽ സ്പേസ്. നമുക്കിവിടെ ഒരു ചെറിയൊരു ഓ പിന്നെ കുളിരൂന്നാ 2 days കഴിഞ്ഞുള്ള വീഡിയോ ആണിത്. ഞങ്ങൾ ഇതിനെ ഉള്ളിലൊന്നും കയറ്റാറില്ല, വീടിനുള്ളിൽ. പിന്നെ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഒട്ടനകത്ത് കയറും. உள்ள உட்காந்துட்டு இருக்கு, அகத்து உள்ள உட்காந்துட்டு இருக்கு. அதோட ஓடி வளர்ற வயசா இது. നല്ല ചന്തം. അവിടെ എറുമ്പുണ്ട് സിംബ. அது கிட்ட இருந்து எடுத்துட்டு திருப்பி அதுகிட்டே குடுக்குறீங்க பாத்தீங்களா? நோ அல்லே പറഞ്ഞ அடி அடி ஷேக் ஹேண்ட் சிம்பா கையுணும் வா வா வா. ഏയ് കടിക്കാൻ നോക്കണ. நீங்க இருக்கிற சைஸுக்கு அதுக்கு மேல கால் வச்சீங்கன்னா அது முடிஞ்சது. பார்த்து வெரி குட். உங்க செல்லம் ചെല്ലം. എവിടെ കേറണം നീ? എവിടെ കേറണേ? പിറ്റേന്ന് തന്നെ അതിനെ നീറ്റായിട്ട് ഷാമ്പു വാഷൊക്കെ ചെയ്ത് വിട്ടതിന് ശേഷമാണ് ഞങ്ങൾ ഗുരുവായൂരിലേക്ക് പോയത്. ഇന്ന് വിറക്കണുണ്ട, സുന്ദര കുട്ടപ്പനായി. നമ്മളെ സിംബ സുന്ദര കുട്ടത്തിയായി. അത് ലേഡി സിംബ. ലേഡി സിംബ. എവിടെയാണ് വിളിച്ചിരിക്കണേ നീ? അങ്ങനെ കുറേ ദിവസമായി സിംബ വന്നിട്ട്. പക്ഷെ ഇപ്പോൾ ഓരോരുത്തരും പറയാണ് ഇത് ഫീമെയിൽ അല്ലേ, അപ്പോൾ വളർത്താൻ കുറച്ച് പ്രയാസപ്പെടും, മെയിലാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ പറയാണ്. പക്ഷെ ഇതിനെ വിടാൻ നമുക്ക് മനസ്സില്ല. ഇത്രയും നാളായപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അതിൻ്റെ മുഖം കാണുമ്പം അല്ലേ അതിന് കറക്റ്റായിട്ട് മനസ്സ് വരുന്നില്ല. എങ്കിലും നമ്മൾ ഡോക്ടറോടൊക്കെ ചോദിച്ച് എങ്ങനെയാണ് വളർത്തേണ്ട രീതി എന്നൊക്കെ ചോദിച്ചു. പിന്നെ ഡിവോമിങ്ങിനുള്ള മരുന്നൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു 3 days ആണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് 3 days കഴിഞ്ഞിട്ട് ഡോക്ടർ തന്നെ വന്ന് അതിന് ഫസ്റ്റ് വാക്സിൻ അതും കുത്തി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നോക്കാം, നമ്മളെ കൊണ്ട് മാക്സിമം ഇതുവരെ പോകുന്നു നോക്കാം. വെള്ളം ഇങ്ങോട്ട് പോ. ഗോ ഗോ. വിലയില്ലേ?
പിന്നെ ഡോക്ടർ എൻ്റെ ബോഡി ഫുള്ളായിട്ട് ചെക്ക് ചെയ്തിട്ട് അതിന് ആവശ്യമായ നല്ലൊരു സ്പ്രേ തന്നു. അതായത് അതിന് ഉണ്ണിയും അതിൻ്റെ പെയിനൊന്നും വരാതിരിക്കാനുള്ളത് 15 days once അപ്ലൈ ചെയ്യാനുള്ളത്, പിന്നെ നല്ലൊരു ഷാമ്പൂ ഇങ്ങനെയൊക്കെ തന്നു. പിന്നെ അതിൻ്റെ വാക്സിനും ഷാമ്പൂ ഈ സ്പ്രേ എല്ലാം കൂടെ ഒക്കെ ചേർത്ത് അന്ന് 1400 രൂപയായി. ഡോക്ടറിൻ്റെ ചാർജ് എല്ലാം കൂടെ ചേർത്താണെന്ന് തോന്നുന്നു അത്. അങ്ങനെ ഇതാ സുന്ദര കുട്ടപ്പനായിട്ടിരിക്കുകയാണ്. 1-2 ഇതുണ്ടെന്ന് പറഞ്ഞു പെയിന്. പക്ഷേ ഇപ്പം അതിന് എൻ്റെ ദേഹത്ത് അങ്ങനെ ഒന്നുമില്ല. നമ്മൾ കറക്റ്റായിട്ട് അത് അപ്ലൈ ചെയ്തൊക്കെ വരുന്ന കാരണം ഒരു കുഴപ്പമില്ല. ഇതിന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ്. ഇപ്പോൾ രാവിലത്തെ അവസ്ഥ ഇതാണ് കേട്ടോ. അത് ഞാൻ പെട്ടെന്ന് തുറന്നു വിടില്ല. 6 മണിക്ക് ഞാൻ തുറന്ന് വിട്ട് കഴിഞ്ഞാൽ ഒരു 10 minutes അത് വെളിയിൽ പോയി അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ എടുത്ത് അകത്ത് വിട്ടേക്കും. കാരണം എനിക്ക് വിളക്ക് കത്തിക്കണം, ഡോർ ഓപ്പൺ ചെയ്ത് തരണം. പിന്നെ മോള് സ്കൂളിൽ പോകുന്ന ഒരു 7:50 വരെ അത് ഇതിൻ്റെ അകത്ത് തന്നെയാണ്. നമ്മളെ കണ്ടു കഴിഞ്ഞാലുള്ള ഒരു വെപ്രാളമാണ് ഇതിന്. സിംബ ഞാൻ രാവിലെ വിഷ്ണുമായ വെളിയിൽ സ്കൂളിൽ അയച്ചിട്ട് തന്നെ തുറന്നു വിടാം കേട്ടോ. അല്ലെങ്കിൽ ഒരു 5 minutes കഴിയിട്ട് വിളക്ക് എത്തിച്ചിരിക്കുകയല്ലേ, ഇപ്പം കഥ അടച്ചിടാൻ പറ്റില്ല. കൊടുക്കാൻ നമുക്കിതിങ്ങനെ ട്രെയിൻ ചെയ്യാം. താഴെ വീഴല്ലേ. എന്താ സ്റ്റോപ്പ് മിന്നടിയേ. വെയിറ്റ്. Baba. Wait, stop. Sit. Ba. Sit. Nee, ang. Bro. Sit. Sit. ഇതാ എൻ്റെ കൊടുക്കാനുള്ള വഴി നോക്കാം. കടിക്കാതിരുന്നാ ഇത് പുതിയ കടിക്കാതിരുന്നാ. அதுதான் நான் பார்க்கணும். Sit. Sit. Good. നീ ഇന്ന് ഒരു ദിവസം തന്നെ ട്രെയിൻ ചെയ്ത് ശരിയാക്കി എടുക്കും അല്ലേ? അല്ല, വലിയ ട്രെയിനർ. സിറ്റും സ്റ്റേ എല്ലാം ഞാൻ നല്ല പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ട്. உங்களுக்கு புரியல, நான் அதுக்குள்ள ட்ரெயின் பண்றது. என்ன கடிக்க வருதுல்ல, கடிக்க வர்றது வந்து இப்போ நான் வந்து இப்போ காலரை பிடிச்சு அது அடங்கி நிற்கணும். அதான் காலரை பிடிச்சு கொடுக்குறேன். அது இன்னும் കുറച്ച് വലുതാണ്. വലുത് മനസ്സിലായി. இதுதான் ஃபர்ஸ்ட் ஸ்டேஜ், புரியுதா? நான் காலரை பிடிச்சாலே அதுக்கு தெரியும், சரி ஏதோ ஒன்று கொடுக்க போகிறேன் அப்படின்னு. வா 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 வா. இப்போ பார்த்தீங்கன்னா கடிக்க வரும். ഇന്നലെ നീറ്റാ കുളിപ്പിച്ചു വിട്ടതാണ്. വാ, കുണ്ടാമണ്ടി. നമുക്കിത് ഇതിന് കറക്റ്റായ പ്ലേസ് നോക്കണം. ഇപ്പോൾ ഇരിക്കുന്നത് വീടിൻ്റെ ഫ്രണ്ടിലാണ്. ഇത് ഇത്ര സ്മെല്ലില്ലാതെ നോക്കുന്നുണ്ട്, പക്ഷെ ഇതല്ല അതിൻ്റെ സ്ഥാനം. വിട് വിട് വിട്. എൻ്റെ കാലിൽ കൂടെ பாத்தீங்களா பாத்தீங்களா, உடனே உட்காந்துருச்சு. அதான் അതിന് തൊണ്ട ഇരുവണതിന്. തൊണ്ടെല്ലാം ഇരുവല്ല, ഗ്യാപ്പ് பாருங்க, 4 വിരൽ ഉള്ള போகுது. ഫുഡ് വന്ന് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്ലേസിൽ വെച്ചേ കൊടുക്കാവൂ, അവിടെ എവിടെയാ വെച്ച് കൊടുക്കാൻ പാടില്ല. அப்படி கிடையாது. இந்த இப்போ நம்ம பண்ற ப்ரொசீஜருக்கு இது கிடையாது கரெக்டான ஃபுட். இது நம்ம பாக்கெட்ல இருக்கும். നീ ഏതോ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആള്. எக்ஸ்பீரியன்ஸ் இருக்கோ, நான் வீடியோ பார்த்தேன், அது தெரியும். சிட் சிட். இதுதான் தப்பு, புரியுதா உங்களுக்கு? ஃபுட்டு நம்ம கண்ணில் வச்சாச்சுன்னா அது கண்ணில் தான் இருக்கும், ஃபுட்டு மேலே தான் கண்ணாக இருக்கும். அது நம்மளை பார்க்கணும்.
அதுக்கு இது சரியா வராது. അപ്പൊ നീ അതിന് ഈക്വലായിട്ട് നീ ഇരിക്കണം. കാണും அது பாக்கெட்ல இருக்கணும்மா. அந்த மாதிரி இது பாக்கெட்ல போடுவோம். ஆமா നീ പോക്കറ്റിലെ പൊട്ടുക്കോ. போடுறது மட்டும் தெரியும். ഡ്രൈ ഫുഡ് വേണമെന്ന് പറഞ്ഞല്ലേ? சின்ன சின்ன ட்ரீட்ஸ் சொல்லுவாங்க. അത് ഇത് സോക്കേനെ മുമ്പേ എടുത്ത് കൊടുക്കാമല്ലോ. കടിക്ക നിങ്ങൾ தான் சொன்னீங்க அது കല്ല് மாதிரி இருக்கும். ഇല്ല അത് കടിക്കും. അത് കറ മുറേന്ന് കടിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ കൊടുത്തു. சாப்பிடுதா? அப்ப அது பண்ணிருக்கணும். அப்ப எதுக்கு இப்ப கோவரா போட்டீங்க? അത് അതിന് ഡൈജസ്റ്റ് ആവൂലടാ ചുമ്മാ കഴിച്ചാ. കൊച്ചല്ലേ, அப்ப கருமூல. ஓகே சரி பை. ഡൈജസ്റ്റ് ആവണ്ടേ? விட்டு பா. എന്റെ തുണിയിൽ இப்ப நீங்க லைட்டா கலர் பிடிச்சு ட்ரை பண்ணுங்க. ஒரு 2 பேர் சொல்லாம தெரியல. ഇല്ല നീ മാത്രം വളർത്തിക്കോ. നിക്കൂ ഞാൻ ஃபர்ஸ்ட் ஆரம்பிக்கிறோம். அப்படிதான் யோசிக்கணும். സിംബാ குட் கேர்ள் சொன்னோடனே எடுத்து கொடுக்கணும். அந்த 1 செகண்ட் கேப்ல அது ஓடுது. அதுக்கு ஒன்றும் வேண்டாம். அதான் பாருங்க, நீங்க ஒரு கமாண்ட் கொடுக்கறதுக்கு முன்னாடி கையில எடுத்து வச்சுக்கணுமா, இல்லாட்டி அது செய்யாது. அதுக்கப்புறம் வாவ் அழகி. അത് കയ്യിൽ പിടിച്ചു, അല്ലെങ്കിൽ അത് ഫുള്ളായിട്ട് എൻ്റെ ഇതാവൂടാ. എൻ്റെ പ്ലേസ് ആണ് ടോയ്ലറ്റ്. നില്ല് ഡിസ്റ്റർബ് ചെയ്യാതെ. ഗുഡ് ഗേൾ. ഓ കാക്കയെ കൂടെ പേടി. മീനാ? ആ മീന്. ഞാൻ ഉണഴയിനിലേ ദീപമുണരുകേ. അങ്ങനെയാണ് ആ പാട്ട്. ലൈൻസ് അതാണ്. ഇത് പിടിച്ചോണ്ട് ഓടാന്ന് വയ്യ എൻ്റെ കൂടെ. ഹാ എന്തൊരു ക്വയറ്റ് ഡിസിപ്ലിനായൊരു കുട്ടി. നിനക്കൊന്നും കഴിക്കണ്ടേ സിംബ? വാ കമോൺ. നീ ഇല്ല എൻ്റെ തുണിയിലൊന്നും വന്നില്ല. Go and eat. Simba, come. Wait, നീ കൊണ്ടുവിടങ്ങ്. ഇല്ലമ്മ, ഏമാ വിട്ടീங்க? വിടവേ சொல்லேமா நானு. നീയല്ലേ താന്ന് പറഞ്ഞത്. நான் வந்து பிடிச்சிட்டு நான் எங்க பிடிக்கிறதுக்கு தான். அங்க பிடிச்சு என்ன பண்ண போற? ട്രെയിനിങ് കഴിഞ്ഞ് പോണു. അതിന്റെ പിറകെ അവളും പോയി. ഇന്നത്തെ ട്രെയിനിങ് ഇത്ര തന്നെ തന്നു. എടാ ഞാൻ ഫുഡ് കൊടു. കഴുത്തി പിടിച്ചോണ്ട് സിംബ ഇവിടെ നിന്ന് എത്ര ദിവസമായി? അതായത് പോയ മാസം 25th വന്നു അല്ലേ? 25th രാത്രി കിട്ടിയതാണ്. ഇന്നിതാ ഇത് വന്നിട്ട് എങ്ങനെയെങ്കിലും ഒരു 18 ദിവസം ആവുന്നുണ്ട്. പക്ഷേ എൻ്റെ തുണിയിൽ ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുക. എനിക്കത് മാത്രമാണ്, വേറെ ഒരു കുഴപ്പമില്ല. എനിക്കതിനെങ്ങനെയാണ് കൺട്രോൾ ചെയ്യണമെന്ന് അറിയില്ല. എന്തോന്നു എക്സസൈസാ? സിംബയ്ക്ക് കാണിച്ചു കൊടുക്കാൻ, സിംബയ്ക്ക് അവളെ കാണിച്ചു കൊടുക്കാൻ ക്ലാസ് വഴി. ഇപ്പോൾ സിംബ വന്നതിന് ശേഷം ഇങ്ങനെയാണ് ഒരു 10-15 മിനിറ്റൊക്കെ രാവിലെയും വൈകുന്നേരവും ഉച്ച സമയങ്ങളിലൊക്കെ അവൻ്റെ കൂടെ അവളെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. ഇന്നത്തേക്ക് ഇത്ര തന്നെയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഫോർ നൗ.